ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലേക്ക് ഈ പറയുന്ന ഒരു ദിവസം ഈ പറയുന്ന ഒരു കാര്യം, ഒരു വസ്തു വീട്ടിലേക്ക് കയറ്റിയാൽ പണത്തിനൊരിക്കലും ബുദ്ധിമുട്ട് വരികയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, അതെന്ത് കാര്യമാണ്, അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധി, ധനവും ധാന്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞ ഈ ഒരു വസ്തു ആ പറഞ്ഞ ദിവസത്തിലാണ് വീട്ടിലേക്ക് അവർ വാങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് നാൾക്ക് നാളെ സമ്പത്തും ഐശ്വര്യവും ധനധാന്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാനിത് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞ് അവരൊക്കെ ചെയ്തിട്ടുള്ളതാണ്, കൃത്യമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക. ഇപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഒരു തവണയല്ല, പല തവണ ഒന്ന് ആവർത്തിച്ച് നോക്കുക. ഈ പറയുന്ന ദിവസം വീട്ടിലേക്ക് ഈ പറയുന്ന ഒരു വസ്തു കയറ്റി നോക്കുക. നിങ്ങളുടെ ജീവിതം മാറും, സാമ്പത്തിക നില മാറും, ധനധാന്യങ്ങൾ വർദ്ധിച്ചു വരും, ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, സമ്പത്തും ധനവും ഒക്കെ വർദ്ധിച്ചു വരും. അങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ആ ഒരു ജീവിതത്തിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാകുമെന്നുള്ളത്. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഇനിയും നിങ്ങൾക്ക് ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇവയൊക്കെയാണ് നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ അവനോട് സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങളും ചൊല്ലേണ്ട ക്രമവും ചൊല്ലേണ്ട രീതിയും, അതുപോലെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ശരനൂൽ വിദ്യ, ഇങ്ങനെയുള്ള ചില രഹസ്യ വിദ്യകളാണ് എല്ലാം പറഞ്ഞിരുന്നത്. നല്ല കാര്യങ്ങളാണ്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കാം. ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. വാട്സപ്പ് ഞാൻ ഫ്രീ ആകുമ്പോൾ എടുക്കും. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, പറ്റുന്ന ആളുകൾക്ക് റിപ്ലൈ കൊടുക്കും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഫ്രീ ആകുന്നതനുസരിച്ചാണ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. അപ്പം ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് കല്ലുപ്പ്, ഉപ്പ് വീട്ടിലേക്ക് കയറ്റുക. മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചുകൊണ്ട്. അതോടൊപ്പം കൃഷ്ണൻ്റെ മന്ത്രം ജപിക്കണം. അതായത് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഓം കൃഷ്ണായ നമ, ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചൊവ്വാഴ്ച ദിവസം ഉപ്പ് കയറ്റുക. നിങ്ങൾ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മളിപ്പോൾ അരി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഏതായാലും മാസത്തിൽ ഒരു ദിവസം വാങ്ങണം. അത് ചൊവ്വാഴ്ച സെലക്ട് ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം വീട്ടിലേക്ക് അരി സാധനങ്ങൾ ഒക്കെ വാങ്ങി വീട്ടിലേക്ക് കയറ്റുക. നിങ്ങളത് വീട്ടിലേക്ക് വയ്ക്കുമ്പോഴത്തേനും ഈ മന്ത്രം കൂടി ജപിച്ച് വേണം. സർവമംഗളമെങ്കിൽ ഒരു തവണ ജപിക്കുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഒരു തവണ ജപിക്കുക. ഓം കൃഷ്ണായ നമ ജപിക്കുക. അങ്ങനെ വേണം വീട്ടിലേക്ക് സാധനം വയ്ക്കുവാനും. മാത്രമല്ല, നിങ്ങളിപ്പം പണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങളൊരു വീട്ടിലൊരു ക്യാഷ് ഡ്രോയിലോ അലമാരിയിലോ നിങ്ങൾ ഈ ഇടത് കൈകൊണ്ട് ചൊവ്വാഴ്ച ദിവസം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് സർവമംഗളമംഗല്യം ഒരു തവണ, ശിവോഹം ഒരു തവണ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഒരു തവണ. ഹ്രീം എന്നുള്ള ഹായ കാ ഉച്ചരിക്കരുത്, ക്ലീം എന്നുള്ള അല്പം നീട്ടി ജപിക്കണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഒരു തവണ ജപിക്കുക. അല്ലെങ്കിൽ ഒരു തവണയോ 3 തവണയോ ജപിക്കുക. ഓം കൃഷ്ണായ നമ ഒരു തവണയോ 3 തവണയോ. ഈ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം 3 തവണയാണ് കൂടുതൽ നല്ലതാണ്. ഇത് ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡ്രോയിലേക്ക് അല്ലെ അലമാരിയിലേക്ക് പണം ഉള്ള പോലെ വെച്ച് നോക്കിക്കേ, പണം വർദ്ധിച്ചു വരും. അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ഇതെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങൾ ചെയ്യണം. ഞാൻ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഉള്ളവർക്കൊക്കെ ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വിദ്യ പറഞ്ഞുകൊടുത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ദാരിദ്ര്യം മാറിയിട്ടുണ്ട്. അത്ഭുതകരമായൊരു കാര്യമാണ്. ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. സാമ്പത്തികം വർദ്ധിച്ചു വരും, ധനം വർദ്ധിച്ചു വരും, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും.
ധാരാളം ആളുകളിപ്പം ആ രീതി ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനിത് പലപ്പോഴായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അത് പലരും ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റത്തിലേക്ക്, ഇത് ഒരു മാസം ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇത് നിങ്ങൾ ആവർത്തിക്കണം മാസം തോറും. അച്ചട്ടാണ്, അത്ഭുതകരമാണ് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. സാമ്പത്തികമായ ഒരു ഉയർച്ച, വീട്ടിൽ ധനധാന്യങ്ങൾ വർദ്ധിച്ചു വരിക, അത്ഭുതകരമായ കാര്യമാണ്. ഇനിയും ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിട്ട്, അതായത് കറക്റ്റ് മൂലയ്ക്ക് കൊണ്ട് വെക്കരുത്, അല്പം മാറ്റി ഈ ധാന്യം, അരി, സാധനം, ധാന്യം ഇതൊക്കെ സൂക്ഷിച്ചു നോക്കി ഈ പറഞ്ഞ രീതിയിൽ ചൊവ്വാഴ്ച വീട്ടിലേക്ക് കയറ്റി പണം വർദ്ധിച്ചു വരും, ധനം വർദ്ധിച്ചു വരും. ഇനിയും ധനം ക്യാഷ് ഡ്രോ അല്ലെ അലമാരി നിങ്ങളിപ്പം പ്രത്യേകിച്ച് എവിടെ വെച്ചാലും ഞാനീ പറയുന്ന രീതി ഇടത് കൈയിൽ ഈ മന്ത്രം ജപിച്ചിട്ട് ഇടത് കൈ കൊണ്ട് ആ അലമാരിയിലെ ഡ്രോ വേണം, പൂട്ടുന്നതായിരിക്കണം. അതെപ്പോഴും തുറന്ന് നോക്കരുത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഇടത് കൈ കൊണ്ട് ഈ പറഞ്ഞ മന്ത്രം ജപിച്ച് ചൊവ്വാഴ്ച ദിവസം പണം ഒന്ന് വെച്ച് നോക്കി, എന്നിട്ട് അങ്ങ് പൂട്ടണം ഡ്രോ. അവിടെ ഇരുന്നോട്ട്, ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ കഴിവതും ഡ്രോ പൂട്ടി വെക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു പണപ്പെട്ടി മേടിക്കണം. ചെറിയ പെട്ടി ഉണ്ടല്ലോ, മേടിക്കാൻ കിട്ടും. അത് ഈ പറഞ്ഞ രീതിയിൽ ഇതൊന്ന് വെച്ച് നോക്കിക്കേ. ഇനിയും അലമാരി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വയ്ക്കാം, അല്ല വടക്ക് കിഴക്കേ മൂലയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ എവിടെ വെച്ചാലും ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇടത് കൈ കൊണ്ട് മന്ത്രം ജപിച്ചിട്ട് ചൊവ്വാഴ്ച ദിവസം അതിൻ്റെ അത് പണം വയ്ക്കുക, ഡ്രോ പൂട്ടുക, പണം വർദ്ധിച്ചു വരും. അത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്കിപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അതിനുള്ള സൗകര്യമില്ല, ഈ ധാന്യങ്ങളൊക്കെ വയ്ക്കാൻ അല്ലെ അലമാരി വയ്ക്കാൻ, നിങ്ങൾ ഏത് മുറി വെച്ചാലും ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂല സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിലും നല്ലതാണ്. ഇനി അതിനൊന്നും സൗകര്യമില്ല ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. ചൊവ്വാഴ്ച ദിവസം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ, ഈ വസ്തുക്കൾ വീട്ടിലേക്ക് കയറ്റുക. ചൊവ്വാഴ്ച ദിവസം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇടത് കൈയിൽ പിടിച്ച് പണം ഇടത് കൈയിൽ പിടിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് ക്യാഷ് ഡ്രോയിൽ വെക്കുക, കൂട്ടുക. അത് ചെയ്തുകൊള്ളുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ല, തെക്ക് പടിഞ്ഞാറൻ മൂലയിലൊന്നും സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെ വേണേലും വെച്ചോ, കുഴപ്പമൊന്നുമില്ല. സൗകര്യം ഇല്ലാത്തവർ, സൗകര്യം ഉള്ളവർ തെക്ക് പടിഞ്ഞാറൻ മൂല തന്നെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അല്ലെ തെക്ക് പടിഞ്ഞാറൻ മുറിയിൽ തെക്ക് പടിഞ്ഞാറൻ മൂല തന്നെ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇത് സാമ്പത്തികം വർദ്ധിച്ചു വരും. കാരണം ഇതൊക്കെ ചെയ്ത ആളുകൾ, അത് അത്ഭുതകരമായ കാര്യമാണ്. നമ്മൾ ഏതായാലും ഒരു മാസത്തിൽ സാധനം മേടിക്കും, കുറച്ച് സാധനം ചൊവ്വാഴ്ച വീട്ടിലോട്ട് കയറ്റുക. അതുപോലെ ധനം ഇതുപോലെ ചൊവ്വാഴ്ച വീട്ടിൽ ഇടത് കൈ കൊണ്ട് പ്രാർത്ഥിച്ച് വെക്കുക. എന്നിട്ട് ക്യാഷ് ഡ്രോ അങ്ങ് പൂട്ടണം, എപ്പോഴും തുറന്ന് നോക്കരുത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എടുത്തു, അതിൻ്റെ അത് കുഴപ്പമില്ല. അത്ഭുതകരമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇടത് കൈ കൊണ്ട് ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, ക്യാഷ് ബുക്ക്, ചെക്ക്, ഇതൊക്കെ ഇടത് കൈ കൊണ്ട് ഡ്രോ വെക്കാം, പണം വർദ്ധിച്ചു വരും. ഇനി ഇത് ഓഫീസിലും ചെയ്യാം. നിങ്ങളുടെ ഓഫീസിൽ ക്യാഷ് വെക്കുന്ന ഡ്രോയിലും ഒക്കെ ഇടത് കൈ കൊണ്ട് അന്നേ ദിവസം ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങളത് പ്രയോജനപ്പെടുത്തിയാൽ ധനധാന്യങ്ങൾ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. ഇത് ആർക്കും ചെയ്യാം. ഏറ്റവും ഫലമായ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല, പണത്തിനും ബുദ്ധിമുട്ട് വരത്തില്ല, ധാന്യങ്ങൾക്കും ദാരിദ്ര്യം ദുഃഖം ഉണ്ടാകുകയില്ല. അത്ഭുതകരമായ കാര്യമാണ്. ഇതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സിൽ ഇടത് കൈ കൊണ്ട് പണം ജപിച്ച് വയ്ക്കുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും, അത്ഭുതകരമായ മാറ്റം. പിന്നെ ആ പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പേഴ്സിൽ നിന്ന് എടുക്കാം, ചിലവാക്കാം, മനുഷ്യനല്ലേ, ആവശ്യമുണ്ട്, അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷേ ഇങ്ങനെ ചൊവ്വാഴ്ചകൾ ഇത് ആവർത്തിക്കുക. അപ്പോൾ ഈ ഇടത് കൈ കൊണ്ട് വെക്കുന്നതിനകത്ത് ചില രഹസ്യമുണ്ട്. ഇടത് കൈ കൊണ്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു കാര്യമുണ്ട്, കാര്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്കൊരു കാര്യം ചോദിച്ചാൽ പലതിനും കുറേ മറുപടികൾ പറയാം. അതിലല്ല, കൃത്യമായ ഒരു കാര്യമുണ്ട്. ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെ അവയവങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ, റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ ഭാവന ഉണ്ടാകും. ഭാവന
ഉണ്ടാകുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അത് ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഇടത് കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സങ്കല്പം സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ചൊല്ലും. കാരണം റൈറ്റ് ബ്രെയിനെയാണ് അത് കൂടുതൽ സ്വാധീനിക്കുന്നത്. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശിവ എന്ന് പറഞ്ഞ മന്ത്രത്തിൻ്റെ രഹസ്യം, ശിവലിംഗത്തിൻ്റെ രഹസ്യം ജസ്റ്റ് 1 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യത്തിലേക്ക് വരാം. അത് അറിയുന്നവർ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ, ശിവലിംഗത്തിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാകാം, തെറ്റാകാം, ശരിയും തെറ്റുമാകാം, ഒക്കെ ആകാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കൃത്യം ശിവലിംഗം എന്നാ നിങ്ങൾക്ക് മനസ്സിലാവും. ശിവ എന്ന മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ ഒരു പ്രകാശം ധ്യാനിച്ചിട്ട് ഷി എന്ന് ജപിക്കുക. അപ്പം മുകളിലോട്ട് ഊർജം പോകുന്നതായിട്ട് സങ്കല്പിക്കുക. വ എന്ന് ജപിക്കുമ്പോൾ സൈഡിലേക്ക് ഊർജം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതാണ് ശിവലിംഗത്തിൻ്റെ ആകൃതി. മുകളിലേക്ക് ഒരു ഊർജം പോകുന്നു, താഴെ അത് വ്യാപിക്കുന്നു. ആ ആകൃതിയാണ് ശിവലിംഗത്തിനുള്ളത്. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ശിവ എന്ന മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജപ്രവാഹമാണ് ആ ഊർജപ്രവാഹത്തിൻ്റെ ആകൃതിയാണ് ശിവലിംഗം. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഊർജപ്രവാഹം ഉണ്ടാകണം. അതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ ശിവലിംഗത്തിൻ്റെതായ ശക്തിയുണ്ട്, അങ്ങനെയുള്ള അത് മറ്റൊരു വശം. ഇത് കാണുന്ന മാത്രമേ തന്നെ നിൻ്റെ ഉള്ളിൽ ആ ശിവബോധം ഉണ്ടായി വരണം. ആ ഊർജപ്രവാഹം ഷീന്ന് ജപിക്കുമ്പോൾ മുകളിലേക്കും വാന്ന് ജപിക്കുമ്പോൾ സൈഡിലേക്കും ഊർജം വ്യാപിക്കും. ആ ശിവലിംഗത്തിൻ്റെ ആകൃതി ഊർജപ്രവാഹം ശിവ എന്ന 2 അക്ഷരം ഉച്ചരിക്കുമ്പോൾ തന്നെ നിൻ്റെ ആ ആജ്ഞയെന്ന് സഹസ്രാരത്തിലേക്കും ആജ്ഞയെന്ന് സൈഡിലേക്കും വ്യാപിക്കണം. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. അല്ലാതെ മറ്റൊരുപാട് കാര്യങ്ങൾ പറയാം, ഒരുപാട് പുരാണങ്ങൾ പറയാം. പക്ഷേ ശിവൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈ ശുദ്ധബോധമാണ്. കൃത്യമായ ഒരു ഭഗവാനെ കുറിച്ചുള്ള ഒരു അറിവാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ശിവ എന്ന് വിളിച്ചു നോക്കി, നിങ്ങൾ ശിവനെ അറിയും. ആ എനർജിയെ നിങ്ങൾ അനുഭവിക്കും. അല്ലാതെ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രവാഹമാണ് ശിവൻ. ആ ഊർജ്ജപ്രവാഹത്തിൻ്റെ ആകൃതിയാണ് ശിവലിംഗാകൃതി. ആ ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ശിവലിംഗം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരണം എന്ന് മനസ്സിലാക്കി നിങ്ങൾ ശിവ എന്നൊന്ന് ജപിച്ചു നോക്കി. ശിവശിവ എങ്കിലർ തീവിണയെ ആളർ, ശിവശിവ എൻറട തീവിണയെ മാലും, ശിവശിവ എൻറട തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനെ. ഇങ്ങനെ ശിവ എന്ന 2 അക്ഷരം ജപിച്ചാൽ തന്നെയും ശിവശിവ എങ്കിലർ തീവിണയെ ആളർ, തീ എന്ന് വെച്ച പാപം, മുൻജന്മ പാപം ഇല്ലാതാകും. ശിവശിവ എങ്കിലർ തീവിണയെ ആളർ, ശിവശിവ എൻറട തീവിണയെ മാലും. ഇങ്ങനെ ശിവ എന്ന് ഉച്ചരിച്ചാൽ ഈ ജന്മത്തിലെ പാപവും ഇല്ലാതെ പാപം ചെയ്യാനുള്ള അവസരമൊന്നും ഉണ്ടാകത്തില്ല. ശിവശിവ എൻറട തേവരുമാവർ. ഇങ്ങനെ ജപിച്ചാൽ ആ ശിവബോധമായി തീരും. തേവര് ആ ഈശ്വരനായി തീരും. ശിവശിവ എന്ന ശിവഗതി താനെ. ഇങ്ങനെ ശിവ എന്ന് ഉച്ചരിച്ചാൽ ശിവഗതിയാണ്. മറുപിറവയില്ലാത്ത ആ ശിവനെ തന്നെ ലയിക്കും. ആ മന്ത്രത്തിൻ്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഞാൻ ഇന്ന് ഒന്നുകൂടി പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. അവരൊക്കെ ശിവഭഗവാനെ അറിയട്ടെ, ശിവഭഗവാനെ അനുഭവിക്കട്ടെ, സത്യമായ കാര്യങ്ങളെ ഫോളോ ചെയ്യട്ടെ, സത്യമായ വിദ്യകൾ അറിയട്ടെ. ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് കാലം കളയാതെ ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയട്ടെ, ശിവബോധം ഉണ്ടായി വരട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൊന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇതാണ് ശിവലിംഗ രഹസ്യവും നിങ്ങളുടെ ശിവനുമായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലെ ബോധവുമായുള്ള രഹസ്യം. അല്ലാതെ നമ്മൾ പല പുരാണങ്ങൾ പറയാം, തത്വങ്ങൾ പറയാം, ഒക്കെ പറയാം. അതൊന്നും പറഞ്ഞാലും ഈ ശിവ എന്ന് പറഞ്ഞ എനർജിയെ കുറിച്ച് പറയാതെ ആ ശിവനെ അറിയാൻ പറ്റത്തില്ല. നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ പല മറുപടി പറയാം. പക്ഷെ അതാകണമെന്നില്ല. കറക്റ്റ് കാര്യമാണ് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവം. ഇങ്ങനെ കണ്ണടച്ച് ഷീ എന്ന് ഇവിടെ ഒരു പ്രകാശം ധ്യാനിച്ച് ഷീ എന്ന് മുകളിലോട്ട് ജപിക്കുമ്പോൾ ഒരു ഊർജ്ജം മുകളിലോട്ടുണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ച്, വാ എന്ന് ജപിക്കുമ്പോൾ 2 സൈഡിലേക്ക് വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഒന്ന് ജപിച്ചു നോക്കിയേ. ശിവ എന്ന 2 അക്ഷരം മാത്രം. അത് ഊർജത്തിൻ്റെ പ്രവാഹം ശിവലിംഗ ആകൃതിയിലാണ്. ഒന്നും വേണ്ട. നിങ്ങളിപ്പം ECG എടുത്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എങ്ങനെ വേരിയേഷൻ പോകുന്നത്. അതും ശിവലിംഗ ആകൃതിയിലാണ്, മുകളിലോട്ടും താഴേക്കും. ആ വേബ്സിൻ്റെ ചലനമെല്ലാം അങ്ങനെയാണ്. ആ ഊർജത്തിൻ്റെ ചലനമെല്ലാം അങ്ങനെയാണ്. അതിനെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി
നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രവാഹമാണ് ശിവൻ, അതിൻ്റെ ആകൃതിയാണ് ശിവലിംഗം. ആ ശിവലിംഗം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകുമ്പോൾ അങ്ങനെ അറിഞ്ഞു ജപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാമായി. അല്ലാതെ ലോകത്തിലുള്ള പുരാണങ്ങളോ തത്വങ്ങളോ ഒക്കെ പറഞ്ഞാൽ അതാകത്തില്ല. അതെന്ന് പറഞ്ഞാൽ ആ ഊർജത്തെ അനുഭവിക്കണം. അതാണ് ശിവൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധബോധമാണ്. സത്യസന്ധമായ ഭഗവാനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് പേര് അറിയട്ടെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്. ഞാൻ തിരുമൂലരുടെ മന്ത്രം കൂടെ ജപിച്ചത് നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയട്ടെ എന്ന് കരുതിയാണ്. ശിവ എന്ന 2 അക്ഷരം മതി എല്ലാം ഭഗവാനെ അറിയാൻ. ശിവ എന്ന 2 അക്ഷരം. ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരു ചെറുപ്പക്കാരനോടെ കയറി വന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ് നേരത്തെ എന്നെ കാണാൻ വന്നിട്ടുള്ള പലതവണ ഇവിടെ വന്നു, ഓഫീസ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ശരിയാ, ഞാൻ മിക്കവാറും വർക്കിലായിരിക്കും. അത് ചിലപ്പം വീട്ടിൽ ഇരുന്നായിരിക്കും, ചിലപ്പം ഞാൻ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് വർക്ക് ചെയ്യും, വീട്ടിലായിരിക്കും ചിലപ്പം. അപ്പം പറഞ്ഞു ഒരു സന്തോഷ വാർത്തയുണ്ട്, പറയാൻ വന്നതാണ്. ഇപ്പം ഞാൻ നേരിട്ട് നോക്കാൻ എനിക്ക് സമയമില്ലല്ലോ, അപ്പോൾ വിളിച്ചാലും കിട്ടത്തില്ല. അപ്പോഴത്തേനും ഞാൻ ചോദിച്ചു, അപ്പം പുള്ളി സന്തോഷ വാർത്ത പറഞ്ഞു. പുള്ളിയുടെ വിവാഹം ശരിയായി. നല്ല ഒരു ബന്ധമാണ് എന്ന് വെച്ചാൽ നല്ല ഒരു ഹൈ ലെവലിൽ ഒരു നല്ല ജോലിയുള്ള, വളരെ ഉയർന്ന ഒരു സാമ്പത്തിക നില ഒക്കെയുള്ള, വളരെ ഉയർന്ന ജോലിയുള്ള അങ്ങനെ ഒരു ബന്ധം പുള്ളിയെ ഇഷ്ടപ്പെട്ടു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെല്ലാം പോയി, എല്ലാം ഇഷ്ടപ്പെട്ടു. ആ വിവാഹത്തിലേക്കൊക്കെ ആയി. അപ്പോൾ അതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേ ഈ പയ്യൻ ശരിക്കും ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമായിരുന്നു. കാരണം ഇവന് ചെന്ന് ചാടാത്ത അബദ്ധങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇല്ല. എവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെ ഒരു കാര്യം ഉണ്ടെങ്കിലും ഇവൻ ചെല്ലുന്നിടം എല്ലാം പ്രശ്നമാണ്. ഒരുപാട് സാമ്പത്തിക ദുരിതങ്ങൾ, ഒരുപാട് മനക്ലേശങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ കഥ നമ്മൾ കേട്ട തല കറങ്ങി തറമുട്ടി പോകും. അതുപോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു പയ്യനാണ്. അപ്പോൾ ഞാൻ അവൻ്റെ നോക്കിയിട്ടുണ്ട്. ഞാൻ അവന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കാര്യങ്ങളാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് 4 മണിക്കുള്ള പ്രാർത്ഥന, അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനൊരു ബന്ധം വരുന്നതും അല്ല ശരിയാകുന്നതും അതുകൊണ്ടാണ് അവനെന്നെ കാണാൻ വന്നത്, ആ സ്നേഹബന്ധം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, മോനെ ഇനി നിൻ്റെ ജീവിതം മാറാൻ തുടങ്ങുക. നിൻ്റെ ജീവിതം ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് മാറാൻ പോവുക. നീ സമ്പന്നനാകും, നിനക്ക് വലിയ സാമ്പത്തികമാകും, അങ്ങനെ ഹൈ ലെവലിലുള്ള ഒരു ജീവിതത്തിലേക്കാവും മാറുന്നത്. അപ്പോൾ നീ ഒരു കാര്യം എപ്പോഴും ഓർത്തോളുക, നിൻ്റെ മുന്നിലും ഏതെങ്കിലും കാര്യത്തിനൊക്കെ പല പാവങ്ങളും വരും, അല്ലെങ്കിൽ നിസ്സഹായരായ ആളുകൾ വരും. നിന്നെക്കൊണ്ട് കഴിയുന്ന കാര്യം നീ അവർക്ക് ചെയ്തു കൊടുക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്യുന്നതല്ല, എനിക്ക് കുറേ സമ്പന്നനൊക്കെ ആയി, ഈ വലിയ സാമ്പത്തികത്തിലേക്ക് അവൻ വരും, അതുപോലെ നല്ലൊരു ബന്ധമാണ്. അപ്പോൾ ഒരുപാട് കാശൊക്കെ കൈ വരുമ്പോൾ ആർക്കെങ്കിലും പാവങ്ങൾക്ക് എന്ന് വെച്ചാൽ അർഹതയുള്ളവർക്ക്, നിൻ്റെ മുന്നിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ നിൻ്റെ മുന്നിൽ വരുന്ന നിസ്സഹായരായവർക്ക്, നിന്നെക്കൊണ്ട് കഴിയുന്ന ആരും അറിയാതെ, അതായത് ഈ കൈ ചെയ്യുന്ന ഈ കൈ അറിയരുത്, ആരും അറിയാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താൽ അതൊരു ബിസിനസ്സായിപ്പോകും. ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി, നീയും ചെയ്യുന്ന ആൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ നിന്നെക്കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും എനിക്ക് പറയാനില്ല. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അവൻ കുറച്ച് നേരം വിട്ടിരുന്ന് വർത്താനം, പിന്നെ ഒരു സന്തോഷം കൊണ്ട് വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ എനിക്ക് സമയമില്ല, പിന്നെ അവൻ പോയി. അപ്പോൾ അവൻ വേറൊരാളുടെയും കൂടെ ഒരു ഇതുകൂടെ കൊണ്ടുവന്ന് അവരുടെയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു മോനെ വാട്സപ്പ് ഇട്ടാൽ മതി, ഞാൻ നേരിട്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനെ വിട്ടു. അവൻ വാട്സപ്പ് ഇട്ടോളാം എന്ന് പറഞ്ഞ് വാട്സപ്പ് എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളുണ്ട്. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുത്തത്. വെളുപ്പിന് 4 മണിക്ക് 4നും 4:45 ഇടയ്ക്ക് എഴുന്നേറ്റ് ഉള്ള പ്രാർത്ഥന അവന് ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് അവൻ ചെയ്തു, അവൻ്റെ അമ്മ ചെയ്തു. അവന് വേണ്ടി അവൻ്റെ അമ്മ ചെയ്തു, അവൻ ചെയ്തു. എന്നിട്ട് വേണേൽ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം. ഒരു 4:30ക്കും 4:45 ഇടയ്ക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് നിങ്ങൾ വിളിക്കുന്ന ഏത് ഈശ്വരനും ആയിക്കോട്ടെ, ആ ഈശ്വരനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ഒരു ചെറിയ ഒരു മൺചിരാതോ മൺചട്ടിക്കകത്തൊരു വിളക്കോ അല്ലെങ്കിൽ മെഴുകുതിരി എന്തെങ്കിലും കത്തിച്ച് വെക്കാം. ഒരു ദീപം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിൻ്റെ മുന്നേ ഇരുന്ന് പ്രാർത്ഥിക്കുക. കിഴക്കോട്ടോ ഒക്കെ പടിഞ്ഞാട്ടോ എങ്ങനെ വേണേലും ഇരിക്കുക, ഒരു കുഴപ്പമില്ല.
നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു മണിക്കൂർ ചെയ്താൽ മതി, 4:30 മുതൽ 4:45 വരെ. എന്നിട്ട് വേണം കിടന്നുറങ്ങാം. ഉറക്കാൻ നീ ഉറക്കണമെന്നുള്ളവർക്ക് ഉറങ്ങാം, അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് ചെയ്യുക. ഇതാണ് അവന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പം അവൻ രക്ഷപ്പെടുമെന്ന് ഒരു വിശ്വാസമില്ലായിരുന്നു. പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കും, കാരണം ഇവൻ അതുപോലെ ദുരിതങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു ചെറുക്ക, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. ഇവൻ രക്ഷപ്പെടുവാൻ നമുക്ക് തന്നെ അതും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇവൻ ചെല്ലുന്ന കമ്പനി പോലും അധികം താമസിയാതെ കമ്പനി പോലും പ്രശ്നങ്ങളാകും. അങ്ങനെ എത്രയോ കമ്പനികളാവും മാറി, ഗൾഫിൽ പോയി, അവിടുന്ന് തിരിച്ചു വന്നു, ഇവിടെ ഒരുപാട് തൊഴിലുകൾ ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു, തൊടുന്നിടമെല്ലാം ഒരു കുളമാകുന്ന ഒരവസ്ഥ. അങ്ങനെ എത്രയോ വർഷങ്ങൾ അവൻ്റെ വെറുതെ പോയി. അപ്പം ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞ വാചകം, മോനെ നീ ഇത് ചെയ്യുകയാണെങ്കിൽ ശരിയായിട്ട് ആത്മാർത്ഥമായിട്ട് നിനക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ബലം ഉണ്ടാകും, അല്ലേ വെറുതെ സമയങ്ങളെന്നുള്ളതുള്ളൂ. ഞാനൊരു വഴി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിനക്ക് പ്രയോജനപ്പെടുത്താമെങ്കിൽ പ്രയോജനപ്പെടുത്തുക, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവനത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമായി. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത്. വളരെ സന്തോഷം. നിങ്ങൾക്കും വേണമെങ്കിൽ ആ വെളുപ്പിനെയുള്ള പ്രാർത്ഥന പ്രയോജനപ്പെടുത്താം, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇനിയും ഈ വാട്സപ്പിൽ പുതിയൊരു മെസ്സേജ് കണ്ടു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചെമ്പോലയിലെ ഒരു സംഖ്യ, ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഖ്യ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ് ഓഫ് ബർത്തിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ ഏകസംഖ്യ ആക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ഇപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പം ആ ഡേറ്റ് ഓഫ് ബർത്ത് സംഖ്യകൾ മുഴുവൻ കൂട്ടും കഴിയുമ്പം ടോട്ടൽ വരുന്നു. ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടി. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു 4 അക്കം സെലക്ട് ചെയ്യുക. ഈ 4 അക്കം കൂട്ടി കിട്ടുമ്പോൾ ഏകസംഖ്യ ആക്കുമ്പോൾ ഈ സംഖ്യ തന്നെ കിട്ടണം, ഈ വിധിസംഖ്യ തന്നെ കിട്ടണം. അപ്പോൾ അവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 4 അക്കത്തിലെ ആദ്യത്തെ 2 അക്കത്തേക്കാൾ 20 സംഖ്യയെങ്കിലും കൂടുതൽ, 20 കൂടുതലാകുന്നതും തെറ്റില്ല, കൂടുതലായിരിക്കണം രണ്ടാമത് വരുന്ന 2 അക്കം. അങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ പലർക്കും അങ്ങനെ ഇത് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് ചെയ്ത് പേഴ്സിനകത്ത് വെച്ച് പൈസ വരാൻ തുടങ്ങി, പണം വരാൻ തുടങ്ങി എന്ന് മെസ്സേജുകൾ കണ്ടു. സന്തോഷം. എനിക്കറിയാം പൈസ വരുമെന്ന്, കാരണം ചെയ്ത പലരുടെ അനുഭവം എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അത് അങ്ങനെ അനുഭവം ഉണ്ടായി എന്നെനിക്ക് മെസ്സേജ് ചെയ്ത് എന്നോട് പറഞ്ഞതിൽ സന്തോഷം. അതൊക്കെ വലിയ സന്തോഷം. കാരണം നിങ്ങൾ ഏതൊരു ജോലിക്കാരനായിക്കോട്ടെ, നിങ്ങളൊരു ഓട്ടോ ഓടിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖല ജോലി ചെയ്യുന്ന ആളാണെങ്കിലും പേഴ്സിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പണം ഒഴിയത്തില്ല. അതാണ് അതിൻ്റെ രഹസ്യം. അത് ഒരുപാട് പേർക്ക് ഗുണമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാണ് ഞാൻ വീഡിയോ പറഞ്ഞുതരാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനിത് വളരെ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്ത ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായി. അവരത് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അങ്ങനെ ചെമ്പോലയിലാണ് അത് എഴുതി വെക്കുന്നത്. ചെമ്പോലയിൽ ഒരു ചതുരം വരച്ച്, അത് ചെമ്പോല ഒരു പേഴ്സി വെക്കാനും പാകത്തിലൊരു കത്രിക കൊണ്ട് കട്ട് ചെയ്യുക ചതുരത്തിൽ. എന്നിട്ടൊരു ചതുരം വരയ്ക്കുക, മഷി തീർന്ന പേന കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് 4 മൂലയിലും ഒരു 0 ഇടുക, നടുക്ക് ഈ സംഖ്യ എഴുതുക. അതിനെക്കുറിച്ച് ഞാൻ 1-2 വീഡിയോ മുമ്പ് ഈ സംഖ്യ എഴുതി വെച്ചാൽ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 അക്കം സെലക്ട് ചെയ്യുമ്പോൾ ഈ 4 അക്കം കൂട്ടുമ്പോൾ നിങ്ങളുടെ വിധിസംഖ്യ തന്നെ കിട്ടണം. മാത്രമല്ല, ഈ 4 അക്കത്തിൽ ആദ്യത്തെ 2 അക്കത്തേക്കാൾ 20 സംഖ്യയെങ്കിലും കൂടുതലായിരിക്കണം രണ്ടാമത്തെ 2 അക്കം. അത് എത്രയാണെങ്കിലും കുഴപ്പമില്ല, 20-ൽ കൂടുതലോ 20 സംഖ്യയെങ്കിലും ഇപ്പം ആദ്യത്തെ ഒരു 2 അക്കം 20 ആണെങ്കിൽ രണ്ടാമത് വരുന്ന 2 അക്കം 20 കൂട്ടുമ്പോൾ എത്ര 40 കിട്ടും. 40-ന് മേളിലായിരിക്കണം, എത്ര ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ 4 അക്കം നമുക്ക് കൂട്ടുമ്പോൾ നിങ്ങളുടെ വിധിസംഖ്യ കിട്ടുമെന്ന് വേണം. അതാണ് അതിൻ്റെ അകത്തൊരു രഹസ്യം. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ഇന്നാളെ ഒരാളെനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. അദ്ദേഹം ഓട്ടോ ഓടിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഇതിലേതോ ഒരു വിദ്യ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു മാസം 60,000 രൂപയോളം പുള്ളിക്ക് ഒരു അക്കൗണ്ട് സമ്പാദിക്കാൻ പറ്റി, ജോലി ചെയ്ത് തന്നെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ വലിയ സന്തോഷം. കാരണം ഓരോരുത്തരുടെ ജീവിതം മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ശിവപാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല, ഭഗവാന്റെ ഉൾക്കാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. ഭഗവാന്റെ ആ അനുഗ്രഹത്താൽ നമ്മൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്, സംഖ്യാരഹസ്യങ്ങൾ ഒരുപാട്. പിന്നെ ഈയിടെ ഒരാൾ മെസ്സേജ് ചെയ്തു,
ഒരു ചെറിയ ലോട്ടറി അടിച്ചു. അത് ഞാൻ രണ്ട് സംഖ്യാരഹസ്യങ്ങൾ പറഞ്ഞായിരുന്നു, അത് വെച്ചെടുത്തതാണ് എന്ന് പറഞ്ഞു. ഒക്കെ ലോട്ടറി ഉൾപ്പെടെ ഫോട്ടോ എടുത്തൊക്കെ എനിക്ക് ഇട്ടായിരുന്നു. ചെറിയ സംഖ്യയാണ്, പക്ഷേ ലോട്ടറി വല്ലപ്പോഴും ഒക്കെ എടുക്കാം, അതിനെയൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാലും വല്ലപ്പോഴും എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സംഖ്യാരഹസ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് ഇതുപോലെ ചെമ്പോലയിലൊക്കെ പ്രത്യേക രീതി എഴുതി വെച്ച് അങ്ങനെയൊക്കെ നമുക്കത് ധനം വന്നുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ രഹസ്യമൊന്നുമില്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ പ്രവർത്തിക്കുന്നത്. ആ ചതുരത്തിനകത്ത് ആ 4 അക്കം എഴുതുമ്പോൾ ആ 4 അക്കത്തിനകത്ത് നിങ്ങളുടെ വിധിസംഖ്യയുമായിട്ട് കണക്ഷനുണ്ട്. മാത്രമല്ല ആ വിധിസംഖ്യയായിട്ട് കണക്ഷൻ വരുമ്പോൾ നിങ്ങളെ തന്നെ അതിൻ്റെ അത് ഡീകോഡ് ചെയ്തിരിക്കുക 4 അക്കത്തിൽ, നിങ്ങൾ തന്നെയാണത്. പിന്നെ മുന്നോട്ട് 20 അക്കത്തിൽ കൂടുതലെന്ന് പറയുമ്പോൾ മുന്നോട്ടുള്ളൊരു വളർച്ചയാണ്, അത് സബ് കോൺഷ്യസ് വരെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പേഴ്സണുള്ളിൽ പണത്തിനോടൊപ്പം ആ ചെമ്പോല വെക്കുമ്പം അത് നമ്മളെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ബോധം എപ്പോഴും വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഹൈഡായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടായി വരും. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. കാരണം ആ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം ഇത് ഇരിപ്പുണ്ട്, ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മളത് പേഴ്സണകത്ത് വെക്കുമ്പം അത് എപ്പോഴും ആ മനസ്സിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അറിയാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. അല്ലാതെ ഇതൊക്കെ ഒരു എല്ലാം നമ്മുടെ ആ ഉള്ളിലുള്ള ഈശ്വരബോധത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ അകത്തെല്ലാം. അതാണ് അതിൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക. നല്ല കാര്യങ്ങളിലൂടെ മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു നല്ല രീതിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നല്ലൊരു ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. തെറ്റായ വഴി സഞ്ചരിച്ചാൽ ശരിയായ ലക്ഷ്യത്തിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ശരിയായിട്ടുള്ള നന്മയുടെ സനാതനമായ സത്യസന്ധമായ സത്യത്തിൻ്റെ ആ ശിവനിലേക്കുള്ള വഴി, അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം. അപ്പം നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാം ഭഗവാന്റെ അനുഭവം ഉണ്ടായി വരും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവനിൽ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ഒരുപാട് വൈകിയാണ് എടുക്കുന്നത്. ഇന്ന് ഞായറാഴ്ച എനിക്ക് കുറേ തിരക്കുണ്ടായിരുന്നു. കാരണം കുറേ തിരക്കുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ വിഷയം, ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കെന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ ചോറിനാൻ തോന്നത്തില്ല. അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് പലരുടെ കാര്യങ്ങളല്ലേ. അപ്പം ഒരുപാട് സ്ട്രെയിൻ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ വൈകിയായി വീഡിയോ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാം ശിവന് സമർപ്പിക്കുന്നു. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജന ഭക്തോ ചിദാനന്ദരൂപം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. ശിവശിവായെങ്കിലർ തീവിണയാളർ ശിവശിവായൻറട തീവിണയമാലും ശിവശിവായൻറട തേവരുമാവർ ശിവശിവായ എന്നാ ശിവഗതി താനേ. ഓം ശിവായ നമ യന വശിമാ മവയന ശിയന മവ വശിമയന. ഓം ശിവോഹം. ശിവോഹം എന്ന് വെച്ചാൽ ഐ ആം ശിവ, യു ആർ ശിവ, ഓൾ തിങ്സ് ആർ ശിവ. ഞാൻ ശിവൻ, നിങ്ങൾ ശിവൻ, കാണുന്നതല്ല ശിവൻ, കേൾക്കുന്നതല്ല ശിവൻ, നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ച ശിവൻ, നമ്മുടെ ഉള്ളിലുള്ള പ്രപഞ്ച ശിവൻ, എല്ലാം ശിവനിലാണ്, അതിലാണ്. എത്ര മനോഹരമാണ് ആ മെഡിറ്റേഷൻ, എത്ര മനോഹരമാണ് ആ ചിന്ത, എത്ര മനോഹരമാണ് ആ ബോധം, എത്ര മനോഹരമാണ്. ശിവൻ ആ ഒരു ഊർജമാണ്. ഭഗവാൻ എല്ലാത്തിനും അപ്പുറത്താണ്, എല്ലാത്തിനും അപ്പുറത്താണ് ഭഗവാൻ. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഭഗവാന്റെ മഹത്വം, ശിവഭഗവാന്റെ മഹത്വം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഒന്നും കഴിവുകളില്ല, എല്ലാം ഭഗവാന്റെ മഹത്വം. ഈ ശ്വാസം പോലും അവിടുന്ന് നിശ്ചയിക്കുന്ന സമയം വരെ കാണത്തുള്ളൂ. അത് കഴിയുമ്പം എൻ്റെ ശ്വാസവും നിലയ്ക്കും. അത്രയും നേരം ഞാൻ ആ ശ്വാസത്തിൽ ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കും. മാർക്കണ്ഡേയൻ്റെ മനസ്സോടുകൂടി. മാർക്കണ്ഡേയൻ്റെ മനസ്സെന്താ? മരണത്തിൽ പോലും ശിവനെ വിളിച്ചു. അത് വലിയൊരു മനസ്സിൻ്റെ വിശ്വാസമാണ്, വലിയൊരു മനസ്സിൻ്റെ ശക്തിയാണ്. മരണത്തിൽ പോലും ഭഗവാനെ വിളിക്കുക. അങ്ങനെ വേണം ഭഗവാനെ വിളിക്കാൻ.
അല്ലെങ്കിൽ അത് കേട്ടു ഇത് കേട്ടു അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയുള്ളവർ ഒരിക്കലും എങ്ങും എത്താറില്ല. ഉറച്ച വിശ്വാസം വേണം, മാർക്കണ്ഡേയൻ്റെ വിശ്വാസം. അതാണ് ജീവിതം മാറ്റുന്നത്, അതാണ് പുതിയ അനുഭവങ്ങൾ തരുന്നത്, അതാണ് ഈശ്വരാനുഭവങ്ങൾ തരുന്നത്, അതാണ് ഏറ്റവും സത്യമായിട്ടുള്ളത്. ഓം കൃഷ്ണായ നമഃ. ശിവോം.